ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ശേഷം ഞങ്ങൾ അംഗൻവാടിക്ക് പോകാൻ തുടങ്ങിയിട്ടോ. അംഗൻവാടി ടീച്ചറായാലും പറയാൻ തുടങ്ങിയേക്കണു 2 മാസം കൂടെ ഉള്ളൂ എല്ലാ കുട്ടികളെയും പുതിയ സ്കൂളുകളിൽ ചേർത്തിട്ടോ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്കൂളുകളിലാണ്, ഇവനും വേറെ സ്കൂളിലാണ്. അപ്പോൾ ഇനി 2 മാസം കൂടി മുടങ്ങാണ്ട് കുട്ടികളെ വിട്ടോളോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോൾ ഇവന് 2.5 വയസ്സായപ്പോൾ തൊട്ട് വിടാൻ തുടങ്ങിയതാ. ഇപ്പതാ 3.5-4 വയസ്സാവാറായി. ഇത്രയും നാളിന് ടീച്ചറുടെ അടുത്തേക്ക് വിട്ടിട്ട് ഒരു വേറെ ടീച്ചറും പുതിയ പിള്ളേരൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അവനും അവരൊക്കെ ആയിട്ട് സെറ്റാവും, അതൊക്കെയായിരുന്നു ടെൻഷൻ. എന്തായാലും ഇവിടെ പോകാൻ പറ്റണ ദിവസത്തോളം അങ്ങോട്ട് വിടാൻ വെച്ചിട്ടേ പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ. മീൻ ഫ്രീസറിലിരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് വേഗം പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടുണ്ടായിരുന്നു. 3 ദിവസത്തോളം ഞാൻ തുണികൾ കഴുകിയിട്ടില്ല കേട്ടോ. കാരണം ഞാനന്ന് ഓഫറിൻ്റെ പറഞ്ഞ് കടയ്ക്ക് പോയില്ലോ. അന്ന് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം വണ്ടിയിൽ കറക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ സാധനങ്ങൾ മേടിക്കാൻ മറന്നിട്ട് മീൻ മേടിക്കാൻ വേറെ ഒരു പോക്ക് പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ പോയി എനിക്ക് അല്ലെങ്കിൽ എനിക്ക് നടുവിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് വണ്ടിയിലിരുന്നപ്പോഴേക്കും എനിക്ക് ആകെ ഒക്കെ അവിടെ നീരായി. അപ്പോൾ കല്ലച്ചിട്ട് അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്ന് തലപൊന്തി ഇപ്പോൾ വേഗം അവനെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ തുണികളൊക്കെ വേഗം വാഷിംഗ് മെഷീനിലിട്ടു. കാര്യം വാഷിംഗ് മെഷീനിലിടാൻ പണിയില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കിടന്നിടത്തുനിന്ന് എണീറ്റിട്ട് അതിൽ തിരിക്കാനും പിടിക്കാനൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ എന്തായാലും നേരം കിട്ടിയപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വേഗം അടുക്കളയിൽ കയറി. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ട് വേണം ഇത് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു രാവിലത്തെ. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരുന്നു. വേഗം ഇതിലാക്കിയിട്ട് ഓയിലൊക്കെ ആക്കി. എന്താണെന്നറിയില്ല, ഇപ്പോൾ ചെറുതായിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ണിക്ക് പലഹാരം ബജ്ജികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് മുൻപ്. ഇപ്രാവശ്യം അതും കൂടെ ചെയ്യാണ്ട് തന്നെ 1 മാസത്തോളം നിന്നില്ല ഓയിലൊന്നും. പിന്നെ പഞ്ചസാരയൊക്കെ ഭയങ്കര ചിലവാണ്. ഏത് വഴിക്കാണ് പഞ്ചസാരയൊക്കെ തീരണേന്ന് അറിയണില്ല. കാരണം അതേമാതിരി ഞങ്ങൾ രണ്ടാളും ചായ കുടി കാര്യങ്ങളൊക്കെ ആയിരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ ഓഫറുള്ളതുകൊണ്ട് തന്നെ മേടിക്കാൻ പറ്റി, അതെൻ്റെ ഭാഗ്യം. പിന്നെ മാവേലിയിൽ നിന്ന് സബ്സിഡിയിൽ ഈ 48 ഇല്ലേ, ആ പൈസക്ക് കിട്ടണത് 22 രൂപയോ എത്രയായിട്ട് സബ്സിഡിയിൽ കിട്ടാറുണ്ട്. 1 കിലോ പഞ്ചസാര അങ്ങനെ മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം അങ്ങനെ പോകണം. വിഷുവായിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ വെറുതെ പോയി എത്തിച്ചു നോക്കി വരണ്ടല്ലോ വെച്ചിട്ട് ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് വേണം പഞ്ചസാര, അരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്തായാലും മേടിക്കാൻ പോകണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വിശേഷങ്ങളാവണം, ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനത്തെ സമയത്ത് മാത്രമാണ് മാവേലിയിൽ സാധനങ്ങൾ വരാണ്ടിരിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ വെയിലൊക്കെ കാരണം എന്തോ ഭയങ്കര ദാഹം. 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു 3-4 വട്ടം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വെള്ളം ഒറ്റയടിക്ക് വയറ്റിലെത്തുമല്ലോ വിചാരിച്ചിട്ട് വെള്ളം കുടിക്കുക. 1 ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ ഒന്നും ആവണില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചില സമയത്ത് എളുപ്പപ്പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കപ്പ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതും ശരീരത്തിന് നല്ലതാണല്ലോ. പിന്നെ ഞാൻ വേഗം മീൻ വറുക്കാണ്ടായിരുന്നു, പിന്നെ മീൻ കറി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മീൻ ഇതായിട്ടുണ്ടായിരുന്നില്ല, ഐസൊന്നും അലിഞ്ഞിട്ടില്ല. അപ്പം ഞാനതൊന്ന് പുറത്ത് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നിന്നു. പാത്രങ്ങളൊക്കെ ഏത് വഴിക്കുക നിറയണേ. കാരണം കൈയോടൊക്കെ കഴുകി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എനിക്കൊരു പണി ചെയ്യുമ്പോൾ അതെന്നെ ചെയ്തുകൊണ്ട് തീർക്കണം, അതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അടുക്കള കറിക്കും പലഹാരത്തിനൊക്കെയുള്ള സമയത്ത് ഞാൻ അതുമാത്രം ചെയ്യും. അതിന് വേസ്റ്റ് ആവുന്ന പാത്രങ്ങളൊക്കെ, വേസ്റ്റായിരിക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ അങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ നിറയും. എന്നിട്ട് ലാസ്റ്റ് അതൊക്കെ കൂടി കഴുകി വയ്ക്കും. ഇപ്പോൾ ഇതന്നെയായിട്ട് എൻ്റെ സ്വഭാവം. ചില സമയത്ത് മാത്രമേ എനിക്ക് ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുള്ളൂ, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളിങ്ങനെ പറയും പാത്രങ്ങൾ കഴുകാണ്ട്. എനിക്ക് ഇത്രയധികം പാത്രങ്ങൾ വരുമ്പോൾ എൻ്റെ സംശയങ്ങൾ രണ്ടാളായിട്ട് ഇങ്ങനെ ഇത്രയധികം പാത്രങ്ങൾ. എന്തായാലും അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ അവിടെ വെള്ളം സ്റ്റെക്കായി നിൽക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അതൊക്കെ വൃത്തിയാക്കി ഇട്ടു. പിന്നെ ഞാൻ വേഗം
മീൻ കുറച്ച് നേരം പൈപ്പിൻ്റെ ചോട്ടിൽ ചെറിയ ഇതിൽ വെള്ളം തുറന്നിട്ടേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം അലിഞ്ഞ് കിട്ടുന്ന ചേട്ടൻ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്ത് നിൽക്കണ സമയത്ത് ചേട്ടൻ കാണിച്ച് തന്നു കിടന്നു. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, സക്സസ് ആയിട്ടോ. വേഗം വേഗം ഐസ് വിടിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മീനിനെ. അപ്പോൾ അത് വേഗം ചെയ്തിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ വേറെ രീതിക്ക് ഞങ്ങൾ ദുബായിക്ക് പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരംകാരായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടും ചേട്ടൻ്റെ വൈഫൊക്കെ ആയിരുന്നേ. അപ്പോൾ അവർ ഈ ചിക്കൻ കറി, മീൻ കറി എല്ലാത്തിലും കടുക് പൊട്ടിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കടുകും ഗരം മസാല ഐറ്റംസ് അതൊക്കെ ഭയങ്കര ചിലവാണ്. വെളുത്തുള്ളി, ഇഞ്ചി ഞങ്ങളൊന്നും അധികം അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് എപ്പോഴും ഈ സാധനങ്ങൾ എപ്പോഴും വേണം. കുറേ അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പം കാര്യവരുടെ മീനൊക്കെ പൊരിക്കണുണ്ട് എൻ്റെ പൊന്നെ എന്തൊരു സ്മെല്ലാണെന്നറിയോ. പിന്നെ മീൻ കറി ആയാലും കടുകൊക്കെ പൊട്ടിച്ച് അതിൽ മുരിങ്ങാക്കോലൊക്കെ ഇടും. മുരിങ്ങാക്കോല് കോമൺ ആയിട്ട് ഇടുമെന്ന് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതൊക്കെ തന്നെ ഇട്ടിരുന്നത് കേട്ടോ. പക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. ഇപ്പോൾ നമുക്കാകെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ വെക്കണ ഞാനല്ലാണ്ട് ഇപ്പം ബാക്കിയുള്ളവർ ആര് വെച്ചാലും എനിക്ക് ആ കറികളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ കുറ്റം പറയൊന്നുമില്ല. ഞാൻ അത്ര പൊട്ടയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പം ഞാൻ അവർ മീൻ കറി വയ്ക്കാനൊക്കെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്, സൂപ്പറായിരുന്നു. പിന്നെ അവർ മീൻ കറി വെച്ചാൽ ഒരു ദിവസം തന്നെ ഇരിക്കില്ല, വേഗം വേഗം തീരും. അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് കഴിച്ചു തരണം കേട്ടോ. അപ്പോൾ അവരുടെ കറികൾ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരും. കാര്യം എനിക്കത് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കുകളിൽ വിട്ടിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. ഫ്രൈ ചെയ്യേണ്ട കാര്യം ഞാൻ പഠിച്ചെടുത്തു കൂടെ നിന്നിട്ട് ഇങ്ങനെ. അതൊക്കെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യണതെന്ന് അറിയില്ല. നമ്മളൊക്കെ വെറുതെ മുളക് പൊടി, ഉപ്പും വേണമെങ്കിൽ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൻ്റെ നീരൊക്കെ ഒഴിക്കുക ചെയ്യാറ് ഞങ്ങൾ. പക്ഷേ ഇവർ പറഞ്ഞ മസാല ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം ആ കുട്ടിക്ക് ഒന്നും വെക്കാറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയത്. പക്ഷെ അവളായിരുന്നു ടോപ്പ്. ഞാൻ എല്ലാം വെക്കാറിയാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കാണിച്ചു തരുന്നത്. പക്ഷേ ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാനൊന്നുമില്ല. കാരണം അവൾ 4-5 ഐറ്റംസ് അവൾക്ക് അറിയണത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതേപോലെ മീൻ കറി വെക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ അമ്മയും വെക്കും. എൻ്റെ അമ്മ വീട്ടിലൊക്കെ പുളിഞ്ചാറാണ് വെക്കാറ്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെറുതെ പുളിഞ്ചാറൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കാറ്. പിന്നെ എനിക്ക് നാളികേരപ്പാൽ അല്ലെങ്കിൽ നാളികേരം എന്തെങ്കിലും അരച്ച് വയ്ക്കണതാണ് ഇഷ്ടം. ഇപ്പോൾ സനേഷേട്ടനായാലും അത് തന്നെയാട്ടോ ഇഷ്ടം. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെക്കാറ്. വേറെ ഐറ്റംസൊക്കെ പരീക്ഷിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ പേളിമാണിയുടെ ഒരു സിമ്പിൾ മീൻ കറി ഉണ്ട്. അപ്പം ഞാൻ സനേഷേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചേച്ചി അതാണ് സിമ്പിളായിട്ടുള്ള അത് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ പരീക്ഷിച്ച് നോക്കും. ചേച്ചിയുടെ അടുത്തേക്ക് പോയാൽ നല്ല നല്ല കറികൾ കിട്ടും കേട്ടോ. ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോൾ പയറുപ്പേരി നല്ല ടേസ്റ്റാണ് കറികളൊക്കെ വെക്കണത്. ചേച്ചിയായാലും അറിയില്ല പറഞ്ഞിട്ട് തന്നെയായിരുന്നു. പക്ഷേ വെക്കണ സാധനങ്ങളൊക്കെ ഇപ്പം ചേച്ചിക്ക് എല്ലാം അറിയാം കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് വലിയ കാര്യമായിട്ട് അറിയില്ല എന്നാണ് ചേച്ചി പറഞ്ഞിരുന്നത്. പക്ഷേ ചേച്ചിയൊക്കെ പഠിച്ചെടുത്തു, വേഗം വേഗം പഠിച്ചു കേട്ടോ. എൻ്റെ വീടിൻ്റെ തൃശ്ശൂർ ഭാഗത്ത് വെക്കണതും ഈ ഭാഗത്ത് വെക്കണതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ 3 നേരം ചോറും കൊണ്ടിട്ടാണ് വളർന്നു കിടന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ദോശ, ഇഡ്ഡലി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മീൻ കറിയിലേക്ക് കടന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എന്ന് വെച്ചാൽ മീനും ഞാൻ തലഭാഗമൊക്കെ കേട്ടോ. ഞാൻ മീൻ മേടിച്ചപ്പോൾ ഒക്കെ അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായിട്ടോ. അപ്പം ഞാൻ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ കല്ലുപ്പ്, തക്കാളി, 1.5 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂണ് മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, അത്രേ ഇടാറുള്ളൂ കേട്ടോ. കല്ലുപ്പ് ഇടും. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടി ഞെരടിയിട്ട് വേണം കൈ കൊണ്ട് ഒന്ന് നല്ലോണം തക്കാളീനൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഞാൻ ആ കാര്യം മറന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആ കാര്യം ഓർത്തത്. കാര്യം ആ തക്കാളിയും പച്ചമുളക് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് മുന്നിൽ നിൽക്കും അപ്പോൾ തിളയ്ക്കണ സമയത്ത്. അതിന് വേണ്ടി ചെയ്യണതാട്ടോ.
പിന്നെ ഞാൻ ചൂട് വയ്ക്കാൻ മറന്നു. സത്യം പറയും ഈ പണിത്തിരക്കുകളുടെ ഇടയിലാട്ടോ. അപ്പോൾ കറി വയ്ക്കാനും വേറെ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്താണ് ഞാൻ ചൂട് വയ്ക്കാൻ മറന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്റ്റവ് അതിന് വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ 3 സ്റ്റവാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ പണിയെടുക്കാനാണെങ്കിലും ഒരു സ്റ്റൗവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 2 സ്റ്റവ് ബാക്കി ബാലൻസ് വരും. അപ്പോൾ അവിടെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് വട്ടൗട്ടാവും. പണിയോളം അങ്ങോട്ട് തീരാണ്ട് വരുമ്പോൾ ഒരടുപ്പ് ഒഴിയണം അനുസരിച്ചിട്ട് വേണം മറ്റേതാക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് ഒരു സൈഡിൽ വെച്ചു. പിന്നെ മീൻകറി ഒന്ന് തിളച്ചപ്പോൾ കാച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചു. ഇനി അത് വറവിട്ടിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം ചട്ടിയിൽ മീൻ വറക്കാൻ വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലെല്ലാം മീൻ വെക്കാറ്. വെറുതെ ഇവിടെ ഈ താത്തമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു വേറെ സ്മെല്ല്, നല്ല സ്മെല്ല് വരണ പോലെ തോന്നി. ഇനിയിപ്പോൾ ചട്ടിയുടെ സ്പെഷ്യലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് ആ ഓയിലിൽ തന്നെ ഇത് വറക്കുകയും ചെയ്യാമല്ലോ, മീനിലേക്കുള്ള വറപ്പ്. അപ്പോൾ എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കുടിച്ചു. പിന്നെ മാലതേച്ചോട് വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ എന്തൊക്കെയോ അവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോലും എൻ്റെ പണികൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ പതുക്കെ ആവണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ചുവന്നുള്ളി വറുത്തിട്ട് വേപ്പിലും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ കാച്ചിട്ട് അതിലിടുക കേട്ടോ ചെയ്തത്. ഞാൻ വലിയ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് കോള് വന്നു. ആരോ എൻ്റെ ചേട്ടനാണോ അത് സുനു ആണോ ആരോ വിളിച്ചു. അപ്പം ഞാൻ പിന്നെ സംസാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പണികൾ തീർത്താട്ടോ. പിന്നെ എന്താ ചോറായി. എൻ്റെ പൊന്നെ എത്ര നേരമാണെന്നറിയോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പെട്ടെന്ന് ചിലവാകുമെന്ന് ആരോ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വേണോ വേണ്ടേ വെച്ചിട്ട് മീഡിയത്തിൽ ഇട്ടിട്ട് ഇനി എൻ്റെ സ്റ്റൗവിനാണെങ്കിൽ ഭയങ്കര ചൂട് കുറവാണ് കേട്ടോ. മെല്ലെ ആവുള്ളൂ. അമ്മ വന്നാലും പറയും നിൻ്റെ സ്റ്റൗവൊക്കെ എന്തൊരു, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്പീഡാണ്. നമ്മളിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കൊണ്ട് പോട്ടെ. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ പണിയുള്ളല്ലേ, അതൊക്കെ വല്ല തീർക്കാൻ വിചാരിക്കും. അങ്ങനെ ചോറ് വയ്ക്കാൻ മറക്കൂട്ടോ. ചില സമയത്ത് കറിയൊക്കെ റെഡി ആയാൽ അയ്യോ ചോറില്ലല്ലോ എന്ന് ഓർക്കുക. പിന്നെ ഞാൻ എന്താ റേഡിയോ ഒക്കെ വെച്ചിട്ടാട്ടോ പണിയുള്ളെടുക്കുക. കാരണം ഈ ഉച്ച സമയത്ത് ആകാശവാണിയിൽ ഇങ്ങനെ വിളിച്ച് കത്തൊക്കെ എഴുതിയിട്ട് അവരെ വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് കൊടുക്കുക. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി. അതായത് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ എൻ്റെ പൊന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓടി വരും അത് കാണാൻ. അതിൽ ലെറ്റർ മെസ്സേജ് എന്തോ വായിക്കുകയാണ് ചെയ്യുക. അതിലത്തെ പാട്ടുകളൊക്കെ കുറേ പാട്ടുകൾ എനിക്കിപ്പോഴും ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഓർമ്മയുണ്ട്. അത് അടിച്ചു കൊടുക്കാനും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്യൂ ഡ്രോപ്സൊക്കെ. ചെറുപ്പത്തിലൊക്കെ എന്ത് രസമായിരുന്നു. അപ്പോൾ അതേപോലെയാണ് ഇതിലും ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള ആരൊക്കെയോ ആണ്, അവരുടെ സംസാരവും കേൾക്കാം, നല്ല രസമുള്ള പാട്ടുകൾ കേൾക്കാം. അപ്പം ഞാൻ പഴയ പാട്ടുകളൊക്കെ ഇപ്പം ഇങ്ങനെയാണ്. എൻ്റെ കോളനിയിൽ അമ്മായി ഉണ്ട്, വീടിൻ്റെ മുന്നിൽ അമ്മായി ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ആകാശവാണി വെച്ചിട്ട് അമ്മായി പണികളെടുക്കാൻ മുറ്റടിക്കാനൊക്കെ വരും. കുറേ മുറ്റുള്ളതുകൊണ്ട് തന്നെ അമ്മായിക്ക് കുറേ നേരം വേണം, അമ്മായി മാമനും കൂടി. അപ്പം ഇങ്ങനെ ആകാശവാണി വെച്ചിട്ട് പണികളിൽ എടുക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചതാട്ടോ ഇങ്ങനെ റേഡിയോ മേടിക്കണമെന്ന്. പിന്നെ ഞാൻ എന്താ ചോറിനാൻ തുടങ്ങി. ചോറിന് ഇതാ മീൻ കറി ഉണ്ടായിരുന്നു. മീൻ വറുത്തിൽ ഞാൻ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്തു, സപ്പോളയൊക്കെ അരിഞ്ഞിട്ടിട്ട്. പിന്നെ ചമ്മന്തി ദോശയുടെ കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനൊരു പിടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആ തിരുവനന്തപുരക്കാരുടെ സ്റ്റൈലാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.